കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ദിവസം തേപ്ല മസാല ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ, അല്ലെങ്കിൽ ശരിക്കും ഇത് ഗുജറാത്തികളുടെയാണ് മെയിനായിട്ടുള്ളൊരു ഫുഡാണ് തേപ്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും മഹാരാഷ്ട്രയിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം? അപ്പോൾ ഈ മസാല പൊടിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ. അപ്പോൾ ഈ മസാല ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഗോതമ്പ് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് തൈര് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ഗുജറാത്തി കുട്ടിയുണ്ട്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അവർ കുറച്ച് തൈരും ബാക്കി വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കണേന്ന് പറഞ്ഞു. ചിലർ തൈര് മാത്രം ഒഴിച്ചിട്ട് കുഴക്കും. അപ്പോൾ തൈര് മാത്രമായിട്ട് ഒഴിച്ച് കുഴക്കുമ്പോൾ നമുക്കിത് 2-3 ദിവസത്തേക്കൊക്കെ ഇത് എടുത്ത് വെച്ചേക്കാൻ, ഇവർ യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൈരും വെള്ളവും ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോണേ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പിൻ്റെ പൊടി. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ തൈരും കൂടി വെച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. അതിന് ഇനി വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മേത്തിയുടെ ഇല ഇട്ട് കൊടുക്കാൻ പോകണം, ഉലുവയുടെ ഇല. അത് ഏകദേശം 2 കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ഞാൻ മല്ലിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ മല്ലിയുടെ ഇല അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരു 2.25 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചേർത്ത് ഒരു 4 ടേബിൾ സ്പൂണോളം മസാല നമ്മൾ പൊടിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ മസാല ചേർത്ത് കൊടുക്കട്ടെ. ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ നോർമൽ ചപ്പാത്തി പോലെ ഇങ്ങനെ ഫുൾക്കായിട്ടൊന്നും വരില്ല. ഇത് നല്ല പത്തലായിട്ട് തന്നെ ഇരിക്കുക. പക്ഷേ ഇതിനകത്ത് അവർ ഇത് എടുത്ത് വെച്ചേക്കാനാണെങ്കിൽ നല്ലോണം ഓയിൽ ഒഴിക്കും കേട്ടോ. അതിനകത്ത് ശരിക്കും ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ടാണ് അവർ പരത്തണത്. അപ്പോൾ ഞാൻ അത്രയും കനം കുറച്ചൊന്നും പരത്തിയിട്ടില്ല. കുറച്ച് കനം ഉണ്ട് എൻ്റെ തേപ്പിലേക്ക്. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ചപ്പോൾ ഞാൻ അധികം ഓയിലും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. പിന്നെ ഉലുവയുടെ ഇല ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോക്ക് കുറച്ച് ലാസ്റ്റ് ഉണ്ടായിരുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ ചുട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ലാസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് പൊടി കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പൊട്ടി പോയേക്കണത്. പിന്നെ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ കുറച്ച് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അതിനെ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഞാൻ ഒഴിക്കണുള്ളൂ. 2 പുറവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതാണ് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാം, നല്ല ഹെൽത്തിയാണ്. ഉലുവയുടെ ഇല ഇല്ലാത്തൊരു മുരിങ്ങയുടെ ഇല വെച്ചിട്ടും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ആ മസാല വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ മസാലയുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതും കൂടി ഒന്ന് നോക്കി നോക്കിയോളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.